ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങല്ലേ. ക്രിസ്മസിന് റിലീസ് ഉദ്ദേശിക്കുന്നത് ഇല്ലെന്നേ. നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശരി സാർ. നമസ്കാരം സാർ. സാർ, ഞാൻ ആലപ്പി അപ്പച്ചൻ 2 കൊല്ലം KPSCയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഹാത്മാ തിയേറ്റേഴ്സിലാണ് സാർ. അഭിനയിക്കാനാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞ് ലൊക്കേഷനിൽ വന്ന് കണ്ടാൽ മതി. അല്ല സാർ, KP വരുന്ന വഴിക്ക് കമ്പനിയിലൊന്ന് കയറി ഒരു ലോഡ് ഡെസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവന്റെ മുടി ഒന്ന് വെട്ടിയേക്കാന്ന് കരുതി. എടാ കുഞ്ഞുഞ്ഞെ, വല്യപ്പച്ചന്റെ സിനിമയിൽ അഭിനയിക്കുന്നു നീ. നിനക്ക് പറ്റിയ വേഷം ഉണ്ടടാ. അതെന്നെ കുഞ്ഞുഞ്ഞെ അങ്ങനെ പറയല്ലേ. ദേ അങ്കിളും കൂടെ അഭിനയിക്കും. കുഞ്ഞുഞ്ഞെ നല്ല ക്യാമറ ഫേസാ, നിർബന്ധിച്ച് അഭിനയിപ്പിക്കണം സാർ. ഭാവിയിൽ കുടുംബത്തിൽ നല്ലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവുമല്ലോ. ഇതൊരെണ്ണുള്ളോ? അല്ല, മൂത്ത ഒരാൾ കൂടി ഉണ്ട് സാർ. സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന. അതെ. എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ലൊക്കേഷനിൽ വന്നാൽ മതി. ഇയാള് പോണം. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാദർ കുര്യൻ പൗലോ പറഞ്ഞിട്ട് വന്നത്. ഞങ്ങളിപ്പോ അടുത്ത സുഹൃത്തുക്കളാ. കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്കും അറിയാം. ഇപ്പൊ ഏത് കുടുംബത്തിലാ പ്രശ്നങ്ങളില്ലാത്ത. എന്നാലും കേൾപ്പിക്ക് നിങ്ങളൊക്കെ വലിയ കാര്യം കേട്ടോ. കുഞ്ഞുഞ്ഞിന്റെ കാര്യം വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മക്കളോടായോണ്ട് ഉള്ള സത്യം പറയാം. നിങ്ങളുടെ ഫാദർ ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. ഇറങ്ങടോ വെളിയിൽ. സാർ ഇറങ്ങടോ. സാറേ, ഈ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. മൂപ്പര് ചെറിയൊരു ആത്മഹത്യ വന്നപ്പോ ഞങ്ങ രക്ഷിച്ചു കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ആളിപ്പോ നല്ല മിടുക്കനായിട്ടിരിപ്പുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങി പോയില്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. ഓരോരുത്തർ രാവിലെ കയറി വരും. നിങ്ങ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തിരിച്ചെടുത്താൽ മതി. ഇല്ല കാരണവരോ ഞങ്ങൾ വളർത്തിക്കോളാന്ന്. എനിക്കൊരു നല്ല റോള് തരാമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാന്ന്, എല്ലാം സോൾവ് ആക്കി തരാന്ന്. അയ്യോ, എന്റെ മക്കൾ എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ ഞാൻ അവരുടെ മുമ്പിൽ പോകാത്തെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? എന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ അനുഭവിച്ചിട്ട് ഒഴിഞ്ഞു തകരപാത്രം പോലെ എന്നെ പെരുവഴി വലിച്ചെറിഞ്ഞവരാ എന്റെ മക്കള്. അവന്മാർക്കെതിരെ കേസ് കൊടുക്കാണ് വേണ്ടത്. കൊടുത്തല്ലോ. എഴുതി കൊടുത്തതെല്ലാം തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു. അതോടെ അവരെന്റെ കടുത്ത ശത്രുക്കളുമായി. ഇളയമോൻ എന്നെ ദേഹോദ്രവം വരെ അന്നാ ഈ കടലിലെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എനിക്കാ തെറ്റുപറ്റിയത്. മക്കളുടെ അടുത്തേക്ക് അപ്പച്ചൻ ചേട്ടനെ വിടണ്ടായിരുന്നു. സ്വന്തം അപ്പനെ വേണ്ടാത്തവരുടെ പടത്തിലെ റോളും എനിക്ക് വേണ്ട. ആ ചാൻസ് കിട്ടാഞ്ഞ് നന്നായതേ ഉള്ളൂ. താൻ വിഷമിക്കണ്ട. ഒരു താരമാകാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ട്. ഇനി അതിനുള്ള തലയെഴുത്തും കൂടെ ഉണ്ടെങ്കിൽ താൻ സിനിമ അന്വേഷിച്ച് നടക്കേണ്ട. ആ സിനിമ തന്നെ തേടി ഇങ്ങോട്ട് വരും. സിനിമ ഷൂട്ടിംഗ് നമ്മുടെ കടപ്പുറത്ത് സിനിമ ഷൂട്ടിംഗ്. നമ്മുടെ വളർത്ത് സിനിമയിൽ അഭിനയിക്കെടുത്തു. അപ്പച്ചന്റെ റോൾ ഉറപ്പാ. വള്ളമിറക്കാൻ പരിചയമുള്ളവർ വേണം അവര് പറയണേ. KPയുടെ നാവ് പൊന്നാണല്ലോ. തങ്കപ്പച്ചേട്ടാ ഒന്ന് നോക്കണേ. വേഗം വിടറാ. ഹലോ ഹലോ ചേട്ടാ, ഹലോ എങ്ങോട്ടാ കയറി പോകുന്നത്? ചേട്ടാ നമ്മുടെ ഉള്ള അത് ഞാൻ പറയുമ്പോ വന്നാ മതി പ്ലീസ്. ഹലോ, കോസ്റ്റ്യൂം ഇവർക്ക് ആ കോസ്റ്റ്യൂം കൊടുത്തേ. ഹലോ സാർ. ചേട്ടാ ഒന്ന് മാറി ഒന്ന് ഇറങ്ങി നമ്മുടെ ചാരങ്ങനെ കൂടെ വിളിക്കായിരുന്നു കേട്ടാ. അവന്റെ അച്ഛൻ ആശുപത്രി അല്ലേ, അവൻ അവിടെയാ. നിങ്ങൾ രണ്ടുപേരും ആ ഡ്രസ്സ് ഊരി തന്നിട്ട് ഈ ഡ്രസ്സ് ഒന്നിട്ടെ. ഇവിടെ മാത്രം മതി, എനിക്ക് അഭിനയിക്കാന്ന് പറഞ്ഞോടാ. ഏട്ടാ വാങ്ങിച്ചോടാ. നമ്മൾ സാധാരണ വെള്ളം ഇറക്കില്ലേ, അതുപോലെ അങ്ങ് ഇറക്കിയാൽ മതി. അതാണ് അഭിനയം. പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലേ? പിടിക്കേ ആ ഡ്രസ്സ് ഊരി വാങ്ങിച്ചു. ആ വള്ളത്തിലോട്ട് നാളെ മറ്റേ ഇവരെ പിടിച്ച് പൊസിഷനിൽ നിർത്തി. നമുക്ക് ആദ്യം ഡയലോഗ് പോർഷൻ നോക്കാം. ഒരു റിഹേഴ്സൽ വാ. റെഡി? അതെ, വള്ളം ഇറക്കാൻ അറിയാവുന്ന ഈ ഭാഗത്തേക്ക് നിന്ന്. വള്ളം ഇറക്കാൻ എത്ര പേര് പോരാ? അത് വള്ളം ഇറക്കണ സീൻ എടുക്കുമ്പോഴല്ലേ. നിങ്ങളുടെ ആർക്കാ ഡയലോഗ് പറയാൻ അറിയാവുന്നത്? ഈ അപ്പച്ചേട്ടൻ നല്ല നടനാ സാർ. 2 കൊല്ലം KPSCയിലെ 1 കൊല്ലം സൂര്യസ്വാമി. ഇവിടെ ശ്രദ്ധിക്ക്. ഹീറോ പറയും നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാ കടലും, ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ രൗദ്രം. അപ്പൊ നിങ്ങൾ പറയണം 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നീയും അങ്ങനെയാണല്ലോ, എല്ലാവരും ചിരിക്കണം. ഇപ്പോഴല്ല, ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ.
രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേഗം ആവട്ടെ. യെസ്, റെഡി. റെഡി സാർ. മുരളി റെഡി അല്ലേ? റെഡി സാർ. ആക്ഷൻ. നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാ കടലും, ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ രൗദ്രം. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നീയും അങ്ങനെയാണല്ലോ. സതീഷിങ് വന്നേ. സാർ, ഇപ്പോഴത്തെ സീനിന്റെ സിറ്റുവേഷൻ എന്താ? അത് ഓഷ്യാനോഗ്രാഫി പഠിക്കുന്ന ഹീറോ സഹപാഠികൾക്കൊപ്പം സാഹസികമായി വള്ളം ഇറക്കുന്നു. ഇപ്പൊ ഡയലോഗ് പറഞ്ഞാൽ കണ്ട നായകന്റെ സഹപാഠിയാണെന്ന് തോന്നുന്നു. ഇല്ലേ? എടോ, കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നണം. ചെറുപ്പം ഫീൽ ചെയ്യണം. ആ ഡയലോഗ് അയാളിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേ ആൾ കൊടുത്തേ. സാർ, ഹലോ ഹലോ കുഴപ്പമില്ല, ഹലോ അല്ലേ? പ്ലീസ് ഒന്നങ്ങോട്ട് മാറി നിന്ന്. അല്ല സാർ, ഡയലോഗ് അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം പ്ലീസ്. അല്ല സാർ, ആരെങ്കിലും ഇയാളെ ഒന്ന് വിളിച്ച് മാറ്റി. അത് സാരമില്ല. ഞാൻ ഓക്കേ, dialogue തെറ്റിച്ചില്ല ഓക്കേ. സാർ. അല്ല പുള്ളി നന്നായിട്ട് അത് അഭിനയിക്കണം. കുഴപ്പമില്ല. ഇത് ഇയാൾ പറഞ്ഞാൽ മതി. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് പറഞ്ഞു സാർ. സാർ സാർ ഞാൻ KPSലുണ്ട് സാർ, സൂര്യസോമയിലുണ്ട് സാർ. സാർ പ്ലീസ് സാറേ, സാറേ എനിക്ക് ഒരു ഒന്നും chance. മിണ്ടാതിരിക്കണം. സാർ, ഈ വള്ളം ഞങ്ങനെയാണ് സാർ. സാർ സാർ പ്ലീസ് സാർ. ഇയാളൊന്ന് പിടിച്ച് സാർ, മാറ്റി. സാർ ഒന്ന് പറയൂ. ഞാൻ കറക്റ്റ് ആണ് സാർ. സാർ ഡയലോഗ് സാറേ. പറയുന്നത് കേൾക്കും. ആക്ഷൻ. നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാ കടലും, ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ രൗദ്രം. രണ്ട് കൊല്ലം KPSCയിൽ, ഒരു കൊല്ലം സൂര്യസോമയില്, 10 കൊല്ലമായിട്ട് അഭിനയിക്കുന്ന ആളാ ഞാൻ. എന്നിട്ടും അവർക്ക് എന്നെ വേണ്ടാത്. സാരമില്ലെന്നേ, ഇതല്ലെങ്കിൽ വേറൊരു സിനിമ. വിഷമിക്കാതിരിക്കെ. താനെന്ത് പണിയാണോ കാണിച്ചത്? ഡ്രസ് ഊരി തരാൻ സ്ഥലം വിടാൻ നോക്കിയല്ലേ? എനിക്ക് കമ്പനിക്ക് കണക്കെടുക്കാനുള്ള തനിക്കറിയോ? ഊരി ഡ്രസ് എന്താ തന്റെ ലുങ്കി ഷർട്ടും. എനിക്ക് വേണ്ട തന്റെ തല്ലിപ്പൊളി ഷർട്ട് കളസൊന്നും കേട്ടാ. പിന്നെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഈ കടപ്പുറം വിട്ടാലും പോയില്ല കേട്ടോ പന്നി. ചെരുപ്പെടുത്തോ. കർത്താവേ, ഇവരെന്താ ഈ പടത്തിലാണ് അഭിനയിക്കാൻ പോയത്? അത് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കട്ട് ഇറ്റ്. കലക്കേട്ടോ. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് തോന്നില്ല. എന്താ പേര്? മോഹനൻ. മോഹനെ കോളേജ് സീനിലൊക്കെ ഉൾപ്പെടുത്തി. ഓക്കെ സാർ. സാർ, അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് കടലിൽ അങ്ങനെ മാഷാവാൻ നടന്നിരുന്ന ആള് അവസാനം സിനിമാ നടനായി. പൊടി സിനിമ നടൻ. സിനിമയിൽ അഭിനയിക്കണവരെ പിന്നെ എന്താ വിളിക്കണ്ടേ? അതല്ല എൻ്റെ ടെൻഷൻ. എൻ്റെ റോള് തീർന്നിട്ടില്ല അത്രേ. 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകേണ്ടി വരും. അവിടെ കോളേജ് സീനിൽ ഞാനിടെന്നാ പറഞ്ഞത്. പോയാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റൂ. അവസാനം കളിച്ച് കളി കാര്യമായല്ലോ മാഷേ. എനിക്കിതിലൊന്നും താല്പര്യമില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? എൻ്റെ ചാൻസ് അപ്പോൾ അപ്പച്ചനെ കിട്ടിയാൽ മതിയായിരുന്നു. കഴിവുള്ളവരൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ എന്നെപ്പോലെ കഴിവില്ലാത്തവർ വെറുതെ. മാഷിന് കഴിവില്ലെന്ന് ആരാ പറഞ്ഞേ? കഴിവില്ലാത്തവര് സിനിമാക്കാരെടുക്കോ? മാഷിന് മടിയ. 2 ആഴ്ച വള്ളത്തിൽ പോവാതെ നിങ്ങളൊക്കെ വിട്ട്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? മാഷ് പോണം. വലിയ ആളായി കാശൊക്കെ ആവുമ്പോ മറക്കാണ്ടിരുന്നാ മതി. അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ മറന്നു പോയെന്നൊക്കെ ഇരിക്കും. ആഹാ, അങ്ങനെ മറന്നു പോയാൽ ഞങ്ങ വന്ന് പൊക്കിയെടുത്ത് വള്ളത്തിലിട്ടോണ്ട് പോരും. പോവാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക. മടിയ മാഷ്. എനിക്കിപ്പോൾ അതൊന്നല്ല വിഷമം. ഷൂട്ടിങ്ങിന് പോകണമായിരുന്നു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അത് കേട്ടപാടെ പുള്ളിക്ക് ആകെ വിഷമായി. കണ്ണ് നിറഞ്ഞ് എന്നെ കുറെ അനുഗ്രഹിച്ചിട്ട് നേരെ ഷാപ്പിലേക്ക് വിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം കൂടിയിത്തിരി കൂടിയിട്ടുണ്ട്. KPയോട് പറയാം അപ്പച്ചൻ ചേട്ടനൊന്ന് ഉപദേശിക്കാൻ. KP പറഞ്ഞാൽ കേക്കും.